നിൽക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഏത് ഡിബേറ്റ്? ആരങ്ങൾ എന്താണ്? ജാബിർ. ആ പറയൂ. ആലപ്പുഴയാണ്. ആ, നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘത്തിന്റെയോ സംഘടനയുടെയോ കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമായിട്ട് വരും. ഇനി അങ്ങനത്തെ ഡിബേറ്റ് എടുക്കുന്നുള്ളൂ. ഒരവസരം തരില്ലേ? അതല്ല, നമുക്കാണെങ്കിൽ ഓൺലൈനായിട്ട് ഒരു അരമണിക്കൂർ ഡിബേറ്റ് നടത്താം. അല്ല, അങ്ങനെ ഫോണിൽ സംസാരിച്ചോളി. ഓൺലൈനിലൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിച്ചോളി. അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ല ഇസ്ലാമിനെ ഇതാക്കുന്നത്? എന്താക്കുന്നത്? ഇസ്ലാം എല്ലാം കറക്റ്റാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം വ്യവസ്ഥാപിതമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? നിങ്ങൾ ദർസിലൊക്കെ ഓതിയതല്ലേ നിങ്ങൾ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസല്ലേ? യെസ്. ആ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളെ. എന്താ അതല്ല, നിങ്ങൾ എന്തിനെങ്കിലും വിമർശിക്കാൻ നിൽക്കുന്നത്? എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ അങ്ങനെ വിമർശിക്കും. നമുക്ക് ഡിബേറ്റ് നടത്താമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതാ നിങ്ങൾ പറഞ്ഞോളി. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹു താല ആദ്യം അവതരിപ്പിച്ചു കൊടുത്ത ആയത്ത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക. ഞാൻ അക്കീദയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാറുള്ളത്. അക്കീദ എന്ന് പറയണത് പറഞ്ഞുതരാം. അക്കീദ എന്ന് പറയുന്നത് വിശ്വാസമുള്ളവരുടെ മേഖലയാണ്. വിശ്വാസം ഇല്ലാത്തവരുടെ മേഖല എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തുടങ്ങാല്ലേ? എന്നെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു സാമൂഹിക രാഷ്ട്രീയ നിയമമായിട്ട് മനുഷ്യർക്ക് അനുഭവഭേദ്യമാകുന്ന തരത്തിൽ അതിന്റെ ഫിഖ്ഹി രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ കർമ്മശാസ്ത്ര വിധിയുടെ രൂപത്തിൽ എല്ലാ മനുഷ്യരെയും ചൂഴ്ന്നു നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ കുടുംബ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ മേഖല. മറ്റത് അക്കീദയാണ്. അക്കീദ വിശ്വാസത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിഷയമാണ്. മനസ്സിലായോ? അക്കീദയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട, കാരണം എനിക്ക് വിശ്വാസമില്ല. നമ്മൾ ഫിഖ്ഹിന്റെ കാര്യത്തിൽ പറഞ്ഞോളി. ഫിഖ്ഹാണ് എന്റെ മേഖല. മറ്റു മനുഷ്യരെയും കൂടെ ബാധിക്കുന്നത് ഫിഖ്ഹാണ്. പറഞ്ഞോളി. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വൈറലാകാൻ തുടങ്ങി. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ മലയാളത്തിൽ സംസാരിക്കും. ഇത് നാട്ടുകാർ മലയാളത്തിൽ എന്റെ വീഡിയോ വരുന്നത്, അതുകൊണ്ട് മലയാളത്തിലേ സംസാരിക്കാറുള്ളൂ. എന്ത് ഫ്രോഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ് നമുക്ക് സബ് ടൈറ്റിൽ ഇടാം, കുഴപ്പമില്ല. ഇവിടെ മലയാളികൾ കേൾക്കണം. By the grace of Almighty Allah, I have having MA in Arabic language. Now I work as a translator for Arabic lecture hospital. ആയിക്കോട്ടെ. സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ നിങ്ങൾ ലെക്ചർ ഹോസ്പിറ്റലില് അറബികൾക്ക് വേണ്ടി അറബി ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം. ആയിക്കോട്ടെ, വെരി ഗുഡ്, നല്ല കാര്യം. ഞാൻ പറഞ്ഞ വിമർശനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചത്. അതെ, അപ്പൊ ഇനി പറഞ്ഞോളൂ. അള്ളാഹു റസൂൽ ആദ്യം അവതരിപ്പിച്ചു കൊടുത്ത ആയത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 3 രീതിയിലാണ് വായിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ആഴത്തിൽ വായിക്കും, രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ അത്യാവശ്യത്തിന് വായിക്കും, മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാർ ടൈം പാസിന് വായിക്കും. അപ്പൊ ആഴത്തിൽ വായിക്കുന്ന ആൾക്കാർ ഉദാഹരണത്തിന് അവർ ഡോക്ടർമാര്, സയന്റിസ്റ്റുമാർ, എഞ്ചിനീയർമാരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാര്, സയന്റിസ്റ്റുമാര് ആഴത്തിൽ വായിക്കുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവൻ ഉപരിപ്ലവമായിട്ട് വായിക്കുന്നവരാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പിന്നെ സയന്റിസ്റ്റും ആണ് അങ്ങനെ ഡീപ്പ് റീഡിങ് ചെയ്യുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അല്ല, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഇതിന്റെ ഡാറ്റ വെച്ചിട്ട് മുന്നോട്ട് പോകും. എന്റെ കൂട്ടുകാരൻ, അല്ല, നിങ്ങളുടെ കൂട്ടുകാരനല്ല സുഹൃത്തെ. എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫ് ഇനി മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. സൂറത്തുൽ മുംതഹിനിലെ ആയത്ത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്ന അന്യമതസ്ഥരോട് നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കണം. എന്താ നല്ല രീതിയിൽ നിൽക്കുക? അന്യമതസ്ഥർ നല്ല രീതിയിൽ നിൽക്കുക എന്നാണ് എന്താ ഉദ്ദേശിച്ചത്? ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞതും കാഫിറുകളൊക്കെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ ഇതെന്താ ആജ്ഞാപനം എന്താ? പറഞ്ഞോളി. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞതിന്റെ സന്ദർഭം വിവരിച്ചോളി. കാഫിറുകൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭം വിവരിച്ചോളി. അങ്ങനെ പറയുന്നത് നിങ്ങൾ പറയും. നിങ്ങളെല്ലാം പഠിച്ച് അറബി തഹസീലായ ആളല്ലേ, നിങ്ങൾ ഹാഫിളല്ലേ? പറയും.
അറബിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ എന്നാ പറഞ്ഞോളി. ഇത് ഈ രണ്ട് കാര്യം പറഞ്ഞോളി. ഇപ്പൊ നിങ്ങളൊരു വിഷയത്തിലേക്ക് വന്നു. ഇങ്ങനെ വിഷയത്തിൽ സംസാരിക്കും. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ونغمات داوود وعفات مريم فقبلتها 99 قبلة مفرقة في الخد ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിന പറഞ്ഞോളി. അല്ല ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിന. നിങ്ങൾ അറബി പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം പറയും സുഹൃത്തെ. നിങ്ങൾ എന്റെ സമയം മെനക്കെടുത്തരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ലേക്ക് ഷോർ വെറുതെ പണി സാലറി തന്നെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, എനിക്ക് പണിയുണ്ട്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അല്ല, എനിക്ക് അറബിയിലെ ടിപ്സ് വാരിക്കോരി തരുന്നു. ചിലപ്പോ അല്ല, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അത് നിങ്ങളെ ജീവിതമാർഗ്ഗമാണ്. അതൊന്നും എന്നെ വിഷയമല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞ 2 ഖുർആൻ വചനത്തിന്റെ സന്ദർഭം ആശയം വിശദീകരിക്കണം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിശദീകരിച്ചോളി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്താ എന്താണ് വമാ മലക്കത്ത് അയ്മാനിക്കോ? എന്താ അല്ല എന്താ ഒന്ന് പറഞ്ഞേ, ഒന്ന് അർത്ഥം വെച്ച് കേക്കട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വബിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നിങ്ങൾ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ, നിങ്ങൾ വഴിയാത്രക്കാർക്ക് നന്മ ചെയ്യണം. ഒമാ മലക്കത്ത് അയ്മാനുക്കും, ഒന്ന് വിശദീകരിച്ചു. അടിമസ്ത്രീകൾ അടിമത്തൊക്കെ ഉണ്ടോ ഇസ്ലാമില്? അല്ല, കാരണം ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഇത് ഇസ്ലാമിൽ അനുവദനീയമായിരുന്നു. അടിമത്തൊക്കെ ഉണ്ടോ? അടിമത്തോ? അടിമത്ത് ഇസ്ലാമിൽ അനുവദനീയമായിരുന്നു. അത് ഇസ്ലാമിന്റെ ഒരു ഇതാണ്. ഇപ്പോഴോ? ഇപ്പത് വലുതായിട്ടൊന്നും ഇത് നിലനിൽക്കുന്നില്ല. അത് ഈ അടിമ സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറണമെന്ന് പഠിച്ചോന് പറഞ്ഞപ്പോ അടിമത്തം നിർത്തലാക്കണം എന്ന് പറഞ്ഞ ഖുർആൻ വചനം ഒന്നും പറയോ? ഇപ്പൊ ഇല്ലാത്തതിന്റെ ഒരു കാരണം ഒന്നും കൂടി എന്നൊക്കെ അന്വേഷിക്കണല്ലോ. അള്ളാഹ് അനുവദിച്ചു കൊടുത്ത അടിമത്തം ഇല്ലാതെ പോയപ്പോ അഹങ്കാരികളെയും ഈ മുഖ്താലെയും അള്ളാഹു താല ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തു നിസാ ഈ ആയത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങൾ ഓരോ വിഷയത്തുനിന്ന് ഓടിപ്പോണല്ലോ സുഹൃത്തെ. ഫഖ്തുലൂഹും ഹൈസു സഫിഖ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽ ഫിത്നതു ശദ്ദും മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്. നമുക്ക് ഖുർആൻ വചനമൊക്കെ നമുക്ക് വായിക്കാൻ പറ്റേ. എന്തതിന്റെ അർത്ഥം? ഫഖ്തുലൂഹും ഹൈസു സഫിഖ്തുമൂഹും, ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊന്നു കളയുകയും ചെയ്യുക. 290. ഏത് യുദ്ധ സമയത്താണ്? പറയ്. ഏത് യുദ്ധ സമയത്തായിരുന്നു ഈ വചനം അവതരിച്ചത്? ഏത് യുദ്ധ സമയത്തായിരുന്നു? തൗബയുടെ സമയത്ത് ഇറങ്ങിയ ആയത്തായിരുന്നു. അല്ല, ഇത് തൗബത്തെ ആയത്തല്ലേ വായിച്ചത്? നിങ്ങൾക്ക് ഖുർആനും അറിയില്ലേ? അതല്ല, തൗബയിലെ വചനം അല്ല ഞാൻ ഉദ്ധരിച്ചത്. അതാണെങ്കിൽ അല്ല, ഞാൻ സൂറത്ത് തൗബയിലല്ല ഉദ്ധരിച്ചത്. ആയത്തൊന്നും ഓതിയേ എനിക്കറിയാതെ. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂഹും. അത് സൂറത്തിൽ പിന്നെ ബഖറയിലായത്. യുദ്ധസമയത്ത് ഇറങ്ങിയ ഏത് യുദ്ധമായിരുന്നു? ആ യുദ്ധത്തിന്റെ പേരോട് പറയും. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല, ഇത് ഏത് യുദ്ധമായിരുന്നു? ഇതും പറയാതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളിപ്പോ 3 ഓടത്തുനിന്ന് ഓടിപ്പോയിട്ട് 4-മത്തോടത്ത് ഇട്ട് പിടിച്ചതാണ്. അത് പറയും, ഇവിടെ പറയും. ഏത് യുദ്ധം? യുദ്ധത്തിന്റെ പേര് പറയൂ സുഹൃത്തെ. ഏത് യുദ്ധം? പിന്നെ യുദ്ധം ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല.